അവള് ജയിലിലെത്തുന്നതിന് മുമ്പ് അനുഭവിക്കാനുള്ളത് മുഴുവൻ അവൾ അനുഭവിക്കണം. നാളെ ചിലപ്പോ ചില തമാശകളൊക്കെ നടക്കും. എന്ത് തമാശ? നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് ഞാൻ അവളെ അയക്കും. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാറേ. ഇത് പുറത്തറിഞ്ഞ എന്റെ കുടുംബം, ഭാര്യ, സഹോദരങ്ങൾ എല്ലാവരും എന്നെ വെറുക്കും. സാർ, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ഭാര്യയും സഹോദരങ്ങളും കുടുംബമൊക്കെ ഉണ്ടായിട്ടാണ് നീ ഈ ചെറ്റത്തനം കാണിച്ചത് അല്ലടാ? നിനക്ക് നിന്റെ കുടുംബത്തിന് മാത്രമല്ലടാ, നീ നശിപ്പിക്കാൻ നോക്കിയ ആ ഒരു പെൺകുട്ടിക്കും അവരെ കുടുംബത്തിനുണ്ട് മാനവും നാണവും. സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും മുന്നിലും നാറി നാണം കെട്ട് നീ ആത്മഹത്യ ചെയ്യണം. അതാണ് നിനക്കുള്ള ശിക്ഷ. സാറേ, വരണം വരണം അവന്തിക മേഡം, ഇരിക്കണം. ഇരിക്കാനും വിശേഷം കേൾക്കാനും ഒന്നും അല്ല ഞാൻ വന്നത്. എന്നെ വിളിപ്പിച്ച എന്തിനാന്ന് പറഞ്ഞാ മതി. മേഡം, എന്റെ ദേഹത്ത് യൂണിഫോം കയറിട്ടെ ഏതാണ്ട് 10-15 കൊല്ലമായി. ആരെ എപ്പ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങളുടെ ഹീറോയിസം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അയ്യോ, അതിനൊന്നുമല്ല ഞാൻ മേഡത്തിനെ വിളിച്ചത്. ഇവനെ അറിയാമോ? എനിക്കറിയില്ല. ആരാ ഇയാള്? മേഡം, നീ അല്പം മുമ്പേ എന്താ പറഞ്ഞത്? നിന്റെ മേഡം വന്ന് നിന്നെ രക്ഷിക്കുന്നല്ലേ? ഇപ്പൊ എന്തായി? ഇവർക്ക് നിന്നെ അറിയത്ത് പോലും ഇല്ല. മേഡം, ഒരു ചിട്ടി കമ്പനിയുടെ ഉടമയായ ഇവന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് ഞാനെന്ത് വേണം? ഇവനെ ആ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ പൊക്കിയത്. ചോദ്യം ചെയ്തപ്പോ ഇവൻ പറയുന്നത് മേഡം ആവശ്യപ്പെട്ടുകൊണ്ടാ ഇവൻ ആ പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തത്. അത് സത്യമാണോ മേഡം? അസംബന്ധം. ഏതോരത്തിന് മുന്നിൽ നിർത്തിയിട്ട് എന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പം മേഡത്തിന് ഇയാളെ ഒരു പരിചയമില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? വിൻസെന്റ്, ഇതാണ് മേഡത്തിന്റെ നമ്പർ. ഇത് ഇവന്റെ നമ്പർ. കഴിഞ്ഞ ഒരു മാസം ഏകദേശം 17 തവണ മേഡം ഇവന്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് അത്രയും തവണ തന്നെ ഇവനും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു അത്? എനിക്കെങ്ങനെ അറിയാം? ഏതോ ഒരു ചിട്ടിക്കമ്പനിയിൽ നിന്ന് പലതവണ ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞ് ആരോ വിളിച്ചിരുന്നു. പിന്നെ എന്റെ ഫോൺ ചിലപ്പോഴൊക്കെ സ്റ്റാഫ് ഉപയോഗിക്കാറുണ്ട്. അവരാരെങ്കിലും വിളിച്ചായിരിക്കും ചിലപ്പോ. എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തോ? ഇല്ല. ഇയാളെ മേഡത്തിന് നേരത്തെ ഒരു പരിചയമില്ല? ഇല്ലെന്ന് എത്ര തവണ പറയണം? തെളിവുകൾ സംസാരിക്കുമ്പോ ഈ നുണകളെല്ലാം പൊളിയും. എങ്കിൽ പിന്നെ സാറ് തെളിവുകൾ ഉണ്ടാക്കിയിട്ട് വാ, നമുക്ക് നോക്കാം. ഇപ്പോഴേ എനിക്ക് വേറെ ജോലിയുണ്ട്. ഇതല്ലാതെ വേറൊന്നും സാറിന് പറയാനില്ലല്ലോ. നീ പറഞ്ഞെല്ലാം പൊളിഞ്ഞല്ലടാ. ഇനിയിപ്പൊ നാണക്കേട് സഹിക്കാൻ വയ്യാതെ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മേഡം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. മേഡം പറഞ്ഞിട്ടില്ല ഞാൻ ഇതെല്ലാം ചെയ്തത്. മിണ്ടിപ്പോരുത്. എനിക്ക് തന്നെ അറിയ പോലും ഇല്ല. എനിക്കെതിരെ എങ്ങനെ പറയാൻ? ഈ സാറ് നിനക്ക് എത്ര ലക്ഷം ഓഫർ ചെയ്തു? പലരുടെയും കാശ് വാങ്ങിച്ചോണ്ട് എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കില്ല. മേഡം
പെർഫോമൻസ് നന്നായി. എന്നാൽ ഉള്ളിലെ പേടി ആ കണ്ണുകളിലുണ്ട്. സാരല്ല, മേഡം പൊയ്ക്കോ. വേണ്ടപ്പം ഞാൻ വിളിപ്പിച്ചോളാം. എല്ലാം നിഷേധിച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ പൊയ്ക്കോ. പക്ഷേ എൻ്റെ അനിയത്തിയെ തൊട്ട് കളിച്ചതിൻ്റെ ഫലം നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. അവന്തികയെ അടക്കി നിർത്താൻ ഒരു വഴിയേ ഉള്ളൂ. അനിരുദ്ധനെ കൊന്ന കേസ്. അതിലവള് തൂങ്ങും. അക്കാര്യം എനിക്ക് ഉറപ്പാണ്. വളരെ പ്രധാനപ്പെട്ടൊരു തെളിവ് കൂടി ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ദാ. ഇതുപോലെ അവൾക്ക് ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കാൻ. അവന്തിക സ്വന്തം അമ്മാവനെ വെടിവെച്ച് കൊല്ലുന്ന നല്ല ചൂടൻ ദൃശ്യം. ഇതിനപ്പുറം ഒരു കോടതിക്കും മറ്റൊരു തെളിവും ആവശ്യമില്ല. മതി, ധാരാളം മതി. അയാളുടെ മരണത്തിന് പിന്നിൽ അവന്തിക തന്നെ ആണെന്നുള്ള മറ്റ് തെളിവുകളെല്ലാം രാജീവിന്റെ അന്വേഷണത്തിന്റെ ഫയലിലുണ്ട്. അതിനേക്കാളും ശക്തമാണ് ഈ തെളിവ്. ഈ ഒരു തിരിച്ചടി കൊണ്ട് മാത്രം നിലംപരിശാവുന്നവളല്ല അവന്തിക. പണം കൊണ്ട് ആരെയും വിലയ്ക്ക് വാങ്ങാൻ ഇന്ന് അവൾക്ക് കഴിയും. അത്ര എളുപ്പത്തിലൊരു പോലീസ് വണ്ടിയിൽ കയറി സുഖിച്ച് ജയിലിൽ പോവാൻ അവളെ ഞാൻ സമ്മതിക്കില്ല. ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദനയുടെ 100 ഇരട്ടി അവൾ അനുഭവിക്കണം. പല കുറ്റവാളികൾക്കും ജയിലിൽ പോവും ഒരു സുഖവാസ കേന്ദ്രം പോലെയാ. അവള് ജയിലിലെത്തുന്നതിന് മുമ്പ് അനുഭവിക്കാനുള്ളത് മുഴുവൻ അവൾ അനുഭവിക്കണം. നാളെ ചിലപ്പോ ചില തമാശകളൊക്കെ നടക്കും. എന്ത് തമാശ? നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് ഞാൻ അവളെ അയക്കും. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവിടേക്ക് ഞാൻ തന്നെ അവളെയും കൊണ്ടുപോകും.